എഫ് UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. UK-യിലെ വീടുകളുടെ വില ഏകദേശം 2 വർഷത്തിനിടെ ഏറ്റവും വലിയ വേഗത്തിൽ ഉയരുന്നു. UK-യിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് സൊസൈറ്റിയായ നേഷൻ വൈഡിന്റെ കണക്കനുസരിച്ച് വാർഷിക വളർച്ചാ നിരക്ക് നവംബറിൽ 3.7% ഉയർന്നു. ഒക്ടോബറിൽ 2.4% 2022 നവംബറിന് ശേഷമുള്ള ഏറ്റവും വേഗതയേറിയ നിരക്കാണിത്. നേഷൻ വൈഡിന്റെ കണക്ക് പ്രകാരം UK-യിലുടനീളമുള്ള വീടുകളുടെ ശരാശരി വില 2,68,144 പൗണ്ടാണ്. അതേസമയം ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 2024 സെപ്റ്റംബർ വരെയുള്ള വർഷത്തിൽ UK-യിലെ ശരാശരി വീടുകളുടെ വില 2.9% വർദ്ധിച്ച് 2,92,000 പൗണ്ടായി ഉയർന്നതെന്നാണ്. ഓൺലൈൻ സൈറ്റായ സൂപ്ല വീട്ടുടമസ്ഥരുടെ ഇടയിൽ നടത്തിയ സർവേയിൽ 36% ബ്രിട്ടീഷുകാർ പബ്ബിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണെങ്കിൽ വീടുകൾ വാങ്ങുന്നില്ലെന്ന് കണ്ടെത്തി. 2000-ലധികം വീട്ടുടമകളിൽ നിന്ന് നടത്തിയ സർവേയിൽ 24% പേർ ഒരു പബ്ബിന്റെ സമീപം തങ്ങളുടെ വീട് വാങ്ങാനുള്ള തീരുമാനത്തെ സ്വാധീനിച്ചതായി കണ്ടെത്തി. ഈ സ്വാധീനം ന്യൂ ജനറേഷൻ ആളുകളുടെ ഇടയിൽ 54%. 36% ബ്രിട്ടീഷുകാരും തങ്ങളുടെ വീട് കാണൽ പ്രക്രിയയുടെ ഭാഗമായി അടുത്തുള്ള ഒരു പബ്ബിലേക്ക് ഒരു യാത്ര സംയോജിപ്പിച്ചതായി പഠനത്തിൽ കണ്ടെത്തി. ഒരു പ്രോപ്പർട്ടി കാണുന്നതിന് മുമ്പോ ശേഷമോ ഒരു പബ്ബ് സന്ദർശിച്ച ശേഷമാണ് തങ്ങൾ തീരുമാനമെടുത്തെന്നും അവർ സമ്മതിച്ചു. ശത്രുരാജ്യങ്ങളിൽ നിന്നും ക്രിമിനൽ സംഘങ്ങളിൽ നിന്നും നേരിടുന്ന ഓൺലൈൻ ഭീഷണിയുടെ തീവ്രത UK കുറച്ചു കാണുന്നതായി രാജ്യത്തിന്റെ സൈബർ സുരക്ഷാ മേധാവി മുന്നറിയിപ്പ് നൽകി. റഷ്യൻ ആക്രമണത്തിനും ചൈനയുടെ സങ്കീർണമായ ഡിജിറ്റൽ പ്രവർത്തനങ്ങൾക്കുമിടയിൽ ശത്രുരാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണത്തിന്റെ തീവ്രത 3 ഇരട്ടിയായി വർദ്ധിക്കുമെന്ന് GCHQന്റെ നാഷണൽ സൈബർ സെക്യൂരിറ്റി മേധാവി റിച്ചാർഡ് ഹോൺ മുന്നറിയിപ്പ് നൽകി. 2023 സെപ്റ്റംബർ 1-നും 2024 ഓഗസ്റ്റ് 31-നും ഇടയിൽ 430 സൈബർ സെക്യൂരിറ്റി സംഭവങ്ങളാണ് രാജ്യത്ത് അരങ്ങേറിയതെന്നും അദ്ദേഹം പറഞ്ഞു. NHS ട്രസ്റ്റുകൾക്കും GP സേവനങ്ങൾക്കുമായി രക്തപരിശോധനകൾ നിയന്ത്രിക്കുന്ന ബ്രിട്ടീഷ് ലൈബ്രറിയും സിനോവിസിനുമെതിരായ സമീപകാല റാൻസംവെയർ ആക്രമണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. റാൻസംവെയർ സംഘങ്ങൾ സാധാരണയായി റഷ്യയിൽ നിന്നോ മുൻ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളിൽ നിന്നോ ഉത്ഭവിക്കുന്നവയാണ്. സൈബർ ആക്രമണത്തിലൂടെ റഷ്യയ്ക്ക് UK-യിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ വൈദ്യുത ബന്ധങ്ങൾ തകരാറിലാക്കാൻ കഴിയുമെന്ന് ക്യാബിനറ്റ് ഓഫീസ് മന്ത്രി പാറ്റ് മാക്ഫാഡൻ കഴിഞ്ഞ ആഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. UK-ക്കെതിരായ സൈബർ ആക്രമണം വർദ്ധിപ്പിക്കാൻ AI സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ റഷ്യ പദ്ധതിയിടുന്നതായും മന്ത്രി പാറ്റ് തിങ്കളാഴ്ച നാറ്റോ കോൺഫറൻസിൽ പറഞ്ഞിരുന്നു. UK-യിലുള്ള അനധികൃത അഭയാർത്ഥികളെ റുവാണ്ടയിലേക്ക് കയറ്റി അയക്കാനുള്ള കൺസർവേറ്റീവ് പദ്ധതി പ്രകാരം ഒരിക്കലും പുറപ്പെടാത്ത വിമാനങ്ങൾക്കായി 50 മില്യൺ പൗണ്ട് ചെലവഴിച്ചതായി പുതിയ കണക്കുകൾ വെളിപ്പെടുത്തുന്നു. കൺസർവേറ്റീവ് ഗവൺമെന്റ് ഈ പദ്ധതിക്ക് 2 വർഷത്തിനിടെ 715 മില്യൺ പൗണ്ട് ചെലവഴിച്ചതായി ഹോം ഓഫീസ് വെളിപ്പെടുത്തി. മുമ്പ് അവകാശപ്പെട്ടതിനേക്കാൾ 15 മില്യൺ പൗണ്ട് കൂടുതലാണ്. കെയർ സ്റ്റാമർ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ചാനൽ കടന്നു വരുന്നവരുടെ എണ്ണം 20,000 കവിഞ്ഞതിനെ തുടർന്ന് തിങ്കളാഴ്ച ആഭ്യന്തര സെക്രട്ടറി വെയ്റ്റ് കൂപ്പർ MP-മാരിൽ നിന്ന് വിമർശനം നേരിട്ട സാഹചര്യത്തിലാണ് പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. പോൾ കഗാമിന്റെ ഭരണവുമായി ബോറിസ് ജോൺസൺ കരാർ ഒപ്പിട്ടതിനു ശേഷം റുവാണ്ടൻ സർക്കാരിന് 290 മില്യൺ പൗണ്ടിന്റെ പേയ്മെന്റുകൾ ലഭിച്ചതായി രേഖകൾ കാണിക്കുന്നു. ഡിജിറ്റൽ IT ഡാറ്റ സിസ്റ്റങ്ങളുടെ വികസനം, നിയമപരമായ ചെലവുകൾ, ജീവനക്കാരുടെ ചെലവുകൾ തുടങ്ങിയ മറ്റ് ചെലവുകൾക്കായി 280 മില്യണും ചെലവഴിച്ചു. റുവാണ്ടയിലേക്ക് ആളുകളെ അയക്കുന്നതിന് മുമ്പ് തടങ്കൽ കേന്ദ്രങ്ങൾക്കായി 95 മില്യണാണ് ചെലവഴിച്ചിരുന്നത്. ലേബർ സർക്കാർ വിജയിച്ചതിനു ശേഷം 20,110 അനധികൃത അഭയാർത്ഥികളാണ് UK-യിൽ എത്തിയിരിക്കുന്നത്. UK-യിലെ NHS ഹോസ്പിറ്റലുകൾ രൂക്ഷമായ നഴ്സസ് ക്ഷാമം നേരിടുന്നതിനാൽ വിദേശ നിയമനങ്ങൾ കുറച്ചാൽ വലിയ പ്രതിസന്ധിയെ നേരിടേണ്ടി വരുമെന്ന് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ റിപ്പോർട്ട് പറയുന്നു. പുതിയ റിക്രൂട്ട്മെന്റുകളും നഴ്സസുകളെ തങ്ങളുടെ പ്രൊഫഷനുകളിൽ പിടിച്ചു നിർത്തുന്നതുമായ പുതിയ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം NHS പുനരുദ്ധാരണത്തിനായി സർക്കാർ കൊണ്ടുവരാനിരിക്കുന്ന കാര്യങ്ങൾ ഫലപ്രദമാകില്ലെന്ന് ടോപ്പ് നഴ്സസ് പറയുന്നു. സാമ്പത്തിക ബാധ്യത മുൻനിർത്തി സർക്കാർ വിദേശ നഴ്സുമാരുടെ നിയമനങ്ങൾ വെട്ടിക്കുറച്ചത് രോഗികളുടെ ജീവന് വെല്ലുവിളിയും അതേസമയം സ്റ്റാഫുകളുടെ ഡ്യൂട്ടി ദുഷ്കരമാക്കുകയും ചെയ്യുമെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് പ്രൊഫസർ നിക്കോള റേഞ്ചർ ചൂണ്ടിക്കാട്ടി. രജിസ്റ്റർ ചെയ്യുന്ന നഴ്സുമാരുടെയും മിഡ്വൈഫർമാരുടെ എണ്ണം ഉയർന്നെങ്കിലും കൊഴിഞ്ഞുപോകുന്ന നഴ്സസിന്റെ എണ്ണം ദിനംപ്രതി കൂടി വരികയാണ്. ഇത് പരിചയസമ്പന്നരല്ലാത്ത നഴ്സുമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ 14,700 നഴ്സസ് ജോയിൻ ചെയ്തെങ്കിലും 11,500 നഴ്സസ് രജിസ്റ്റർ വിട്ടുപോയി. ഇക്കാലയളവിൽ 12,500 ഇന്റർനാഷണൽ നഴ്സസ് ജോയിൻ ചെയ്തെങ്കിലും അതിൽ നിന്നും 2,500ഓളം നഴ്സസ് NMC രജിസ്റ്ററിൽ നിന്ന് പോയി. വിദേശ നഴ്സുമാരുടെയും മിഡ്വൈഫർമാരുടെയും റിക്രൂട്ട്മെന്റ് പഴയതുപോലെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുയർത്തി RCN അടക്കമുള്ള ആരോഗ്യമേഖല ട്രേഡ് യൂണിയനുകൾ സമരമുഖത്തേക്ക് കടക്കേണ്ടത് അത്യാവശ്യമാണെന്നതുകൂടി വ്യക്തമാക്കുന്നതാണ് NMC റിപ്പോർട്ട്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വിദേശ റിക്രൂട്ട്മെന്റുകളിൽ നിന്ന് മുഖം തിരിച്ചിരിക്കുന്ന സർക്കാർ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് പുനരാരംഭിച്ചാൽ മലയാളികളടക്കമുള്ള ഇന്ത്യൻ നഴ്സസിന് വീണ്ടും UK-യിലേക്ക് വരാനുള്ള വാതിൽ തുറക്കപ്പെടും.
വിദേശ സ്വാധീനം പരിമിതപ്പെടുത്താൻ UK രാഷ്ട്രീയ സംഭാവനകൾക്ക് സർക്കാർ പരിധി നിശ്ചയിച്ചേക്കാം. നൈജൽ ഫരാജിന്റെ റിഫോം UK പാർട്ടിക്ക് 79 മില്യൺ പൗണ്ട് സംഭാവന നൽകുമെന്ന് ശതകോടീശ്വരനായ എലോൺ മസ്ക് പറഞ്ഞതിന് പിന്നാലെയാണ് ഈ നിർദ്ദേശം. UK രാഷ്ട്രീയത്തിൽ പണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കർശനമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികൾക്ക്, വ്യക്തികൾക്കും കമ്പനികൾക്കും എത്ര തുക സംഭാവന നൽകാമെന്ന് പരിമിതപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ ലേബർ സർക്കാർ പരിശോധിക്കുന്നു. വരുന്ന ആഴ്ചകളിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ മന്ത്രിമാർ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള വ്യക്തിഗത കോർപ്പറേറ്റ് സംഭാവനകൾ പ്രതിവർഷം 1 ലക്ഷം പൗണ്ടായി പരിമിതപ്പെടുത്തണമെന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പബ്ലിക് പോളിസി റിസർച്ച് ശുപാർശ ചെയ്യും. 15 വർഷത്തിൽ കൂടുതൽ UKക്ക് പുറത്ത് താമസിക്കുന്ന ബ്രിട്ടീഷ് പൗരന്മാരുടെ വോട്ടിംഗ് അവകാശം നിർത്തലാക്കിയ 15 വർഷ കട്ട് ഓഫ് നിയമം നിർത്തലാക്കാൻ കൺസർവേറ്റീവ് ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. 15 വർഷത്തിലേറെയായി വിദേശത്ത് താമസിക്കുന്ന ബ്രിട്ടീഷുകാർക്ക് രാഷ്ട്രീയ സംഭാവനകളും വായ്പകളും നൽകാൻ അനുവദിക്കുന്നതിലൂടെ UK രാഷ്ട്രീയത്തെ സ്വാധീനിക്കാനുള്ള കഴിവ് നൽകുമെന്ന് ലേബർ വാദിക്കുന്നു. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് ജനാധിപത്യ ബിൽ പദ്ധതികളുടെ ഭാഗമായി സർക്കാർ നോക്കുന്ന നിരവധി നടപടികളിൽ ഒന്നാണ് സംഭാവന പരിധി. ഓട്ടോമാറ്റിക് വോട്ടർ രജിസ്ട്രേഷനാണ് പരിഗണിക്കപ്പെടുന്ന മറ്റു പരിഷ്കാരങ്ങൾ. ഇത് വോട്ടർ പട്ടികയിൽ ചേരുന്നതിന് ആളുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാക്കുകയും കുറഞ്ഞ വോട്ടിംഗ് പ്രായം 16 കുറയ്ക്കുകയും ചെയ്യും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി തിങ്കളാഴ്ച ബ്രിട്ടനിലെത്തും. ജൂലൈ മുതൽ അധികാരത്തിലിരിക്കുന്ന ബ്രിട്ടനിലെ ലേബർ ഗവൺമെന്റ് ക്ലീനർ എനർജി സിസ്റ്റങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള പദ്ധതികൾക്ക് ധനസഹായം നൽകാൻ സഹനിക്ഷേപകരെ തിരയുന്നതിനിടയിലാണ് ഖത്തർ അമീറിന്റെ സന്ദർശനം. ഖത്തർ, സൗദി അറേബ്യ, UAE തുടങ്ങിയ GCC കൗൺസിലുമായി ദീർഘകാല ചർച്ചകൾ നടത്താനും സ്റ്റാർമർ ശ്രമിക്കുന്നുണ്ട്. ബ്രിട്ടനിലെ ബിസിനസ് ആൻഡ് ട്രേഡ് ഡിപ്പാർട്ട്മെന്റ് കണക്കാക്കുന്നത് GCCയുമായുള്ള സ്വതന്ത്ര വ്യാപാര ഇടപാട് UK സമ്പദ് വ്യവസ്ഥയെ ദീർഘകാല അടിസ്ഥാനത്തിൽ 1.6 ബില്യൺ പൗണ്ട് വർദ്ധിപ്പിക്കും. സമ്പന്ന ഗൾഫ് രാജ്യമായ ഖത്തറിന് ബ്രിട്ടനിൽ നിരവധി നിക്ഷേപങ്ങളുണ്ട്. ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിക്ക് ബാർക്ലേസ്, സെയിൻസ്ബറി, കാനറി വർഫ് എന്നിയിടങ്ങളിൽ വൻ ഓഹരികളുണ്ട്. ഖത്തർ അമീറും കെയർ സ്റ്റാമറുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ബുധനാഴ്ച പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 10 ഡൗണിംഗ് സ്ട്രീറ്റിൽ നടക്കും. കെയർ സ്റ്റാമർ ഈ മാസം ഗൾഫ് മേഖലയിലേക്ക് യാത്ര ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താരതമ്യേന തണുപ്പ് കുറഞ്ഞ ഒരു വീക്കെൻഡിന് ശേഷം ഇന്നു മുതൽ ബ്രിട്ടൻ തണുത്തു വിറയ്ക്കാൻ തുടങ്ങുന്നു. മഞ്ഞുവീഴ്ചയും കനത്ത മൂടൽമഞ്ഞുമൊക്കെ ഉണ്ടാകുമെന്നാണ് മെറ്റ് ഓഫീസ് പ്രവചിച്ചിരിക്കുന്നത്. സ്കോട്ട്ലൻഡിലെ ഗ്രാമപ്രദേശങ്ങളിൽ താപനില -8 വരെ കുറയുമെന്നാണ് മെറ്റ് ഓഫീസ് പറയുന്നത്. അതേസമയം ഇംഗ്ലണ്ടിലെ ഗ്രാമീണ മേഖലകളിലെ അന്തരീക്ഷ താപനില -2 മുതൽ -3 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാനും സാധ്യതയുണ്ട്. ആർട്ടിക് മേഖലയിൽ നിന്നും തണുത്ത വായുപ്രവാഹം ബ്രിട്ടനിലെത്തുന്നത് കൊണ്ടാണ് ഈ തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ പലയിടങ്ങളിലും ഇന്ന് കനത്ത മഴയും പ്രതീക്ഷിക്കാം. വടക്കൻ ഇംഗ്ലണ്ടിൽ മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. ബഹ്റൈനിൽ നിന്നും മാഞ്ചസ്റ്ററിലേക്ക് പറന്ന ഗൾഫ് എയർ വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് അടിയന്തരമായി ലാൻഡ് ചെയ്തു. ഞായറാഴ്ച പുലർച്ചെ പറന്നുയർന്ന ഗൾഫ് എയർ ഫ്ലൈറ്റ് GF5 വിമാനമാണ് 1 മണിക്കൂറിന് ശേഷം കുവൈറ്റ് സിറ്റിയിൽ ലാൻഡിംഗ് നടത്തിയത്. 13 മണിക്കൂറോളം വെള്ളവും ഭക്ഷണവും കിട്ടാത്ത യാത്രക്കാർ എയർലൈൻ ഉദ്യോഗസ്ഥരോട് തർക്കിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യൻ പാകിസ്ഥാനി പാസഞ്ചേഴ്സിന് നേരിട്ട വിവേചനവും യാത്രക്കാർ പറയുന്നുണ്ട്. UK, US, യൂറോപ്പ് പാസ്പോർട്ട് ഉള്ളവരെ ഹോട്ടലിലേക്ക് മാറ്റിയതായും എന്നാൽ ഇന്ത്യൻ പാകിസ്ഥാനി യാത്രക്കാരെ എയർപോർട്ടിൽ തന്നെ കുടുക്കിയതായും അവർ പറയുന്നു. Sorry. What's your sorry? Give me your passport. Give me your passport. Okay, give me your passport. Sorry. I told you give me your passport now. Okay, give me your passport. Sir, give me your passport. Your ID, anything. Sir, sorry, I'm not. Don't shout again, okay? You know how to do. Why you take photos? For what? Sorry. കൂടുതൽ UK, യൂറോപ്പ്, USA, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.